നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴയിൽ 6 കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശി ഷെയ്ഖ് സിദ്ദിഖാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത്. വാഴപ്പിള്ളി മിൽമ ജംഗ്ഷൻ ഭാഗത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ച 6 കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. വെള്ളമിറങ്ങിയിട്ടും ദുരിതമൊഴിയുന്നില്ല. മൂവാറ്റുപുഴ ക്ലബ്ബ് പരിസരത്ത് പ്രദേശവാസികൾ ദുരിതത്തിൽ. റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്ന് നാട്ടുകാർ. ISM ഇലാഖ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി JB സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ പുതപ്പും ബെഡ്ഷീറ്റും വിതരണം ചെയ്തു. ഇലാഖ് മണ്ഡലം കൺവീനർ സൈഫുദ്ദീൻ അബ്ബാസ് ആവശ്യ സാധനങ്ങൾ കൈമാറി. 6 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി. പ്രതികൾക്ക് 58 വർഷം കഠിന തടവും പിഴയും. തൃശൂർ ഒല്ലൂക്കര സ്വദേശി K സമീർ, ഉടുമ്പന്നൂർ സ്വദേശി സൂര്യദേവ് എന്നിവരെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ശിക്ഷിച്ചത്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് താഴ്ന്നു. ചൊവ്വാഴ്ച വൈകിട്ടോടെ 11.13 മീറ്റർ ജലനിരപ്പാണ് രേഖപ്പെടുത്തിയത്. 150ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ. ജില്ലാ തക്കോഫാർ അസോസിയേഷൻ സബ് ജൂനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെജി ഷാനവാസ് സമ്മാനദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ICC കേരള റീജിയൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യന്മാരായി വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ. അണ്ടർ 19 ഗേൾസ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായി നാഷണൽ ലെവൽ മത്സരത്തിന് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയിൽ 6 കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. വാഴപ്പിള്ളി മിൽമ ജംഗ്ഷൻ ഭാഗത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 6 കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശി ഷെയ്ഖ് സിദ്ദിഖാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത്. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ വാഴപ്പിള്ളിയിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പോലീസ് പിടിയിൽ. വാഴപ്പിള്ളി മിൽമ ജംഗ്ഷൻ ഭാഗത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 6 കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശി ഷെയ്ഖ് സിദ്ദിഖാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത്. പെട്രോളിംഗ് നടത്തുകയായിരുന്ന സബ് ഇൻസ്പെക്ടർ റാസിഖ് PM നേതൃത്വത്തിലുള്ള സംഘത്തിന് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ബാഗിലാക്കി സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെടുത്തത്. വെസ്റ്റ് ബംഗാളിൽ നിന്നും കഴിഞ്ഞ ദിവസം ട്രെയിൻ മാർഗം ആലുവയിൽ എത്തിച്ചതിനു ശേഷം ബസ്സിലാണ് പ്രതി മൂവാറ്റുപുഴയിലെത്തിയത്. സബ് ഇൻസ്പെക്ടർമാരായ റാസിഖ് PM, രഞ്ജുമോൾ, ഗ്രേഡ് SIമാരായ ഷിബു, അനീഷ്, മീരാൻ, സലീം, സിവിൽ പോലീസ് ഓഫീസർമാരായ അജേഷ്, സിജോ, മൂവാറ്റുപുഴ DYSPക്ക് കീഴിലുള്ള സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത്. മൂവാറ്റുപുഴ ക്ലബ്ബ് പരിസരത്ത് വെള്ളമിറങ്ങിയിട്ടും പ്രദേശവാസികൾ ദുരിതത്തിൽ. റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്ന് നാട്ടുകാർ രംഗത്ത്. മഴ കുറഞ്ഞ പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടും മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡിലെ മൂവാറ്റുപുഴ ക്ലബ്ബ് പരിസരത്തെ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിന്റെ ദുരിതത്തിൽ. പുഴയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളം കയറിയ ശേഷം തിരികെ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത് തടസ്സപ്പെടാൻ കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. പുഴയിൽ നിന്നുള്ള വെള്ളം പ്രദേശത്തേക്ക് കയറുന്നത് എളുപ്പമാണെങ്കിലും വെള്ളം ഇറങ്ങേണ്ട സമയത്ത് സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം വെള്ളക്കെട്ട് തുടരുകയാണ്. ഇതുമൂലം പ്രദേശവാസികൾ വീടുകളിൽ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാകുന്നു. അത്യാവശ്യ ചികിത്സയ്ക്കോ മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കോ പോലും വെള്ളത്തിലൂടെ നടന്നു മാത്രമേ പുറത്തേക്കെത്താൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന മറ്റൊരു റോഡോ ഇടവഴിയോ ഇല്ലാത്തതിനാൽ മുഴുവൻ യാത്രയും വെള്ളക്കെട്ടിലൂടെയാണ്. ചുറ്റും സ്വകാര്യ വീടുകൾ മാത്രമായതിനാൽ സുരക്ഷിതമായ മറ്റൊരു മാർഗവും ലഭ്യമല്ല. ഇത് പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ ദുഷ്കരമാക്കുകയാണ്. ഇത് വാർഡ് നിവാസികളുടെ മാത്രം പ്രശ്നമല്ലെന്നും ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ലിങ്ക് റോഡായതിനാൽ നൂറുകണക്കിന് ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന വഴിയാണ് ഓരോ മഴക്കാലത്തും വെള്ളക്കെട്ടിൽ മുങ്ങുന്നതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. നടപടി ആരെങ്കിലും എടുക്കണം. ഇതിനിപ്പോ നമുക്കിപ്പോ ഈ വെള്ളക്കെട്ട് ഇത് മാറി കിട്ടാനായിട്ട് ഒന്നില്ലെങ്കിൽ റോഡ് പൊക്കുക, ഇല്ലെങ്കിൽ ഇവിടെ ഡ്രെയിനേജ് ഉണ്ടാക്കി പുഴയിലേക്ക് വിടുക. ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇവിടെ ആരോട് പറഞ്ഞിട്ടും ഇത് യാതൊരു ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളെന്താ ഇവിടെ ഈ ഇതൊക്കെ ചെയ്ത് ഞങ്ങൾക്കും ജീവിക്കണ്ടേ ഇവിടെ? ഇതെന്താ ഇത് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്? ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഇവിടെ ഒരു കൗൺസിലറോട് പറഞ്ഞു, അവരും പറഞ്ഞു എല്ലാം ചെയ്തു തരാമെന്ന് പറയണ, അല്ലാണ്ട് ഇവിടെ ആരുമില്ല. MLA വിളിച്ചിട്ട് MLA കിട്ടണില്ല. ഇതൊക്കെയാണോ ഇവിടുത്തെ ന്യായം? ഞങ്ങൾ രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഒന്നുകൂടി വേണം. വെള്ളം പുഴയിൽ ഇറങ്ങിപ്പോയി എങ്കിലും ഇവിടെ വെള്ളക്കെട്ടാ. തീരെ സുഖമില്ലാണ്ട് അവിടെ ആള് കിടക്കുക. അവരൊക്കെ ഞങ്ങൾ കൊണ്ടുപോകണം. എങ്ങനെയാണെന്നറിയാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ ഉൾപ്പെടെ നിരവധി പേർ കടുത്ത ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്.
2018 പ്രളയ സമയത്ത് ഈ പ്രദേശത്ത് വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞു പോകാൻ ഏകദേശം 1.5 മാസം എടുത്തതായി പ്രദേശവാസികൾ പറയുന്നു. തുടർന്ന് എല്ലാ വർഷവും ഇതേ ദുരിതം ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരത്തിനായുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. വർഷങ്ങളായി വിവിധ ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധയിൽ വിഷയം ആവർത്തിച്ചു കൊണ്ടുവന്നിട്ടും ഫലപ്രദമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇനിയും കാലതാമസം വരുത്താതെ പുഴയിലേക്കുള്ള റിവേഴ്സ് ഫ്ലോ ശാസ്ത്രീയമായി ഉറപ്പാക്കി നിലവിലെ റോഡിന്റെ രൂപകൽപ്പന പുനഃപരിശോധിച്ച് ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഓരോ മഴക്കാലത്തും ആവർത്തിക്കുന്ന ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട വകുപ്പുകളും നഗരസഭയും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. JB സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ പുതപ്പും ബെഡ്ഷീറ്റും വിതരണം ചെയ്ത് ISM ഇലാഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി. ഇലാഫ് മണ്ഡലം കൺവീനർ സൈഫുദ്ദീൻ അബ്ബാസ് വാർഡ് കൗൺസിലറായ ഷഹന മാഗിന് ആവശ്യ സാധനങ്ങൾ കൈമാറി. ISM ഇലാഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ JB സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ആവശ്യ സാധനങ്ങളായ പുതപ്പും ബെഡ്ഷീറ്റും വിതരണം ചെയ്തു. ഇലാഫ് മണ്ഡലം കൺവീനർ സൈഫുദ്ദീൻ അബ്ബാസ്, മൂവാറ്റുപുഴ നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 3-ാം വാർഡ് കൗൺസിലറുമായ ഷഹന മാഹിന് കൈമാറി. കൗൺസിലർമാരായ NM കിഷോർ, ജയ സുഗു, രജനി, ISM ജില്ലാ സെക്രട്ടറി ഇക്ബാൽ, MM ISM മണ്ഡലം പ്രസിഡന്റ് നൌഫൽ വെളിയത്തുകുടി എന്നിവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. 6 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന കേസിൽ പ്രതികൾക്ക് 58 വർഷം കഠിന തടവും പിഴയും. തൃശൂർ ഒല്ലൂക്കര സ്വദേശി K സമൽ, ഉടുമ്പന്നൂർ സ്വദേശി സൂര്യദേവ് എന്നിവരെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രായപൂർത്തിയാകാത്ത 6 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന കേസിൽ പ്രതികൾക്ക് 58 വർഷം കഠിന തടവും പിഴയും വിധിച്ച് മൂവാറ്റുപുഴ കോടതി. തൃശൂർ ഒല്ലൂക്കര ഇല്ലഞ്ഞിക്കുളങ്കര കദളിക്കാട്ടിൽ K സമൽ, തൊടുപുഴ ഉടുമ്പന്നൂർ പള്ളിക്കമുറിയിൽ ഇടന്താനത്ത് സൂര്യദേവ് എന്നിവരെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ജഡ്ജി A സമീർ 3,75,000 രൂപ വീതം പിഴയും 58 വർഷം കഠിന തടവും വിധിച്ചത്. പിഴത്തുക ഈടാക്കിയ 2 ലക്ഷം രൂപ വീതം ഇരയ്ക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നും വിധിയിലുണ്ട്. 2019 ഡിസംബറിൽ ബന്ധുവീട്ടിൽ താമസിക്കുകയായിരുന്ന പ്രതികൾ തുടർച്ചയായി 6 വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികൾ കുറ്റക്കാരനാണെന്ന് പോക്സോ കോടതി കണ്ടെത്തുകയായിരുന്നു. പ്രോസിക്യൂഷനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജമുന PR ഹാജരായി. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് താഴ്ന്നു. മലങ്കര ഡാമിലെ 5 ഷട്ടറുകൾ 50 സെന്റിമീറ്ററിലേക്ക് താഴ്ത്തിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ മുതൽ മൂവാറ്റുപുഴയിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിരുന്നു. മൂവാറ്റുപുഴ നഗരത്തിൽ ആശങ്കയൊഴിവാക്കി മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് താഴ്ന്നു. ചൊവ്വാഴ്ച വൈകിട്ടോടെ 11.1 മീറ്ററാണ് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് രേഖപ്പെടുത്തിയത്. മലങ്കര ഡാമിലെ 5 ഷട്ടറുകൾ 50 സെന്റിമീറ്ററിലേക്ക് താഴ്ത്തിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ മുതൽ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 7-ന് 11.64 മീറ്റർ രേഖപ്പെടുത്തിയ ജലനിരപ്പ് വൈകിട്ട് 3-ഓടെ 11.1 മീറ്ററായി താഴ്ന്നിരുന്നു. ദിവസങ്ങളായുള്ള ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു. ഇവയിൽ 4 ക്യാമ്പുകളാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. വാഴപ്പള്ളി JB സ്കൂൾ, ടൗൺ UP സ്കൂൾ, കടാതി NSS കരയോഗം, കുര്യന്മല കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 150ഓളം ആളുകളാണ് 4 ക്യാമ്പുകളിലായി കഴിയുന്നത്. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് താഴ്ന്ന് വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ചൊവ്വാഴ്ച ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വെള്ളം കയറിയ വീടുകളിലുള്ളവർ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം. നാളത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയായിരിക്കും ക്യാമ്പ് പിരിച്ചുവിടുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമാകും. ജില്ലാ തക്കോഫാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സബ് ജൂനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെജി ഷാനവാസ് സമ്മാനദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ തഗ് ഓഫ് വാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സബ് ജൂനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. പേഴക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 23 ടീമുകൾ മാറ്റുരച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി നിർവഹിച്ചു. ജില്ലാ തഗ് ഓഫ് വാർ അസോസിയേഷൻ പ്രസിഡന്റ് സഹീർ മേനാമറ്റം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാൻ മുഹമ്മദ് നേതൃത്വം നൽകിയ ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം മേരി ജോർജ് തോട്ടം സ്പോർട്സ് കൗൺസിൽ നിരീക്ഷകയായി. സമ്മാനദാന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെജി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു.
പണ്ട് കാലത്തൊക്കെ ഈ വടംവലി മത്സരം ഓണാഘോഷ വേളകളിലും മറ്റ് ഉത്സവ പറമ്പുകളിലൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം തിരിച്ചും വിഭിന്നമായി ഇപ്പോൾ ടഗ് ഓഫ് വാർ അസോസിയേഷൻ തന്നെ രൂപീകരിച്ചിരിക്കുന്നു. ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അണ്ടർ 13 ആൺകുട്ടികൾ 380 കിലോഗ്രാം വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ഭവൻസ് വിദ്യാമന്ദിർ ഏരൂരും, രണ്ടാം സ്ഥാനം വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസാസും നേടി. അണ്ടർ 13 പെൺകുട്ടികൾ 340 കിലോഗ്രാം വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സെന്റ് ലിറ്റിൽ തെരേസാസ് വാഴക്കുളവും, രണ്ടാം സ്ഥാനം കാർമൽ പബ്ലിക് സ്കൂൾ വാഴക്കുളവും നേടി. അണ്ടർ 15 ആൺകുട്ടികൾ 440 കിലോഗ്രാം വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സെന്റ് സേവിയേഴ്സ് പോത്താനിക്കാടും, രണ്ടാം സ്ഥാനം സെന്റ് ലിറ്റിൽ തെരേസാസ് വാഴക്കുളവും നേടി. അണ്ടർ 15 പെൺകുട്ടികൾ 360 കിലോഗ്രാം വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കദളിക്കാട് വിമലാമാത സ്കൂളും, രണ്ടാം സ്ഥാനം വാഴക്കുളം കാർമൽ പബ്ലിക് സ്കൂളും നേടി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റഷീദ്, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സജീവ് ജോസഫ്, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മനോജ് PK, പായിപ്ര പഞ്ചായത്ത് അംഗം നജീബ് BJ, സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് TB, PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം, ഷാനവാസ് TA എന്നിവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ICSE കേരള റീജിയണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായി വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ. അണ്ടർ 19 ഗേൾസ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായി നാഷണൽ ലെവൽ മത്സരത്തിന് യോഗ്യത നേടി. കോട്ടയത്ത് നടന്ന ICSE കേരള റീജിയണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം സോണിനെ പ്രതിനിധീകരിച്ച് വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ അണ്ടർ 19 ഗേൾസ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായി വിമലഗിരി നാഷണൽ ലെവൽ മത്സരത്തിന് യോഗ്യത നേടി. അണ്ടർ 14, അണ്ടർ 17 വിഭാഗത്തിൽ ടീം ബ്രോൺസ് മെഡലും സ്വന്തമാക്കി. വിജയികളെ മാനേജ്മെന്റും അധ്യാപകരും അനുമോദിച്ചു. ഓഗസ്റ്റ് അവസാനം ഊട്ടിയിലാണ് നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. തൃക്കളത്തൂർ പോക്കാട്ട് ജോസ് PA 63 നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് തൃക്കളത്തൂർ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ. ഭാര്യ ലില്ലി, മക്കൾ സോണി, സോബി, മരുമകൻ എൽദോസ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.